എത്രയും പെട്ടെന്ന് ഇറങ്ങണം. കാരണം വീട്ടിലിരിക്കുന്നവളും മടി കൂടും. മടി കൂടുമ്പോൾ നമുക്ക് പ്രായം കൂടും. പ്രായം കൂടുമ്പോൾ നമ്മളൊന്നും ചെയ്യില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾക്കാരെ കാണുക, ചുറ്റുമുള്ളത് കാണുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക. മിസ്സായി വീട്ടിലിരിക്കുന്നവരോട് ഞാൻ ഇത് ഞാൻ പോലും വീട്ടിലിരുന്നിരുന്ന ഒരാളാണ്. എനിക്കൊരു ശരിക്കൊരു ഫാമിലിയും അതെ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കൊരു ബിഗ് മോട്ടിവേഷനുള്ള ഒരാൾ എനിക്ക് മുന്നിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ മൈക്കിൻ്റെ ഉള്ളിൽ സംസാരിക്കുക പോലുമില്ല. ഞാനും അങ്ങനെ ഒതുങ്ങി കുടുങ്ങിയ ആളായിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ നമ്മൾ ഉള്ളിലൊരു എന്തായാലും സ്പാർക്ക് വേണം. അത് കൊളുത്താനൊരാളുണ്ടെങ്കിൽ വിൽ ബി ഔട്ട്. അതേപടിയുള്ള ആൾക്കാർ തന്നെ ഞാനിവിടെയും കാണുന്നത്. ഏതൊരു പെൺകുട്ടിയും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. അവർ പുറത്തിറങ്ങി ഒരുപാട് വലിയ ബിസിനസ് ചെയ്യണമെന്നില്ല, അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആവണമെന്നൊന്നും ഞാൻ പറയില്ല. അവർക്കുള്ള ടാലൻറ്റ് അവർ പുറത്തെടുക്കുക. അത് അവർക്ക് എങ്ങനെയൊക്കെ അത് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ കഴിയുകയെന്ന് വെച്ചാൽ അത് ചെയ്യുക. വീട്ടിലിരുന്നുകൊണ്ട് അച്ചാറുണ്ടാക്കണീനോ ഒരു ഫുഡ് ഉണ്ടാക്കി അവർ കാറ്ററിങ് ചെയ്യുന്നതിനോ ഒരു കുഴപ്പമില്ല. അതൊക്കെ അവർ ചെയ്യണം. ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യണം. അത് പുറത്തേക്ക് അവർ എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളൂ. അതിനിപ്പോൾ അവർ തന്നെ ഇറങ്ങണമെന്നില്ല. ബേസായിട്ട് അവർക്ക് ഒരുപാട് ടീം ഉണ്ടായാൽ മതി. പിന്നെ എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് കുറേയൊക്കെ നമ്മൾ അറിഞ്ഞ് ഇതിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ബിഗ് മോട്ടിവേഷനാണ്. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നതും. എത്രയും പെട്ടെന്ന് ഇറങ്ങണം. കാരണം വീട്ടിലിരിക്കുന്നവളും മടി കൂടും. മടി കൂടുമ്പോൾ നമുക്ക് പ്രായം കൂടും. പ്രായം കൂടുമ്പോൾ നമ്മളൊന്നും ചെയ്യില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾക്കാരെ കാണുക, ചുറ്റുമുള്ളത് കാണുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക. ബാക്കി പല ആക്ടിവിറ്റീസും കാണുമ്പോൾ തന്നെ നമുക്കും തോന്നും നമ്മളും ചെയ്യണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഇറങ്ങിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാം നമുക്ക് സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടും. അതിന് തന്നെ നമുക്ക് പഠിത്തവും കാര്യങ്ങളെല്ലാം ആവുകയും ചെയ്യും. സോ വീട്ടിലിരിക്കുന്ന അത് ആൺകുട്ടികളാണെങ്കിൽ പോലും ഞാൻ പറയും എല്ലാവരും പുറത്തിറങ്ങി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സംസാരിക്കാനാണെങ്കിൽ ഇൻട്രാക്ട് ചെയ്യണം. എല്ലാവരും നിൽക്കണം. എന്നാൽ തന്നെ നമ്മൾ ഡെവലപ്പ് ആവുള്ളൂ എന്ന് ഞാൻ പറയും. പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും. താങ്ക് യു. മുന്നേ സെയിം ആദ്യം അവൾ ബിടെക്കാണ് ചെയ്തിരുന്നത്, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ അവൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ അന്ന് എന്നോട് അപ്പോൾ ഞങ്ങളൊക്കെ ഓരോ ബിസിനസ്സിലും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായി ഇതിങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ അവൾ എന്നും വരുമ്പോൾ എന്നോട് ചോദിക്കുക, എന്താ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഈ എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാം, ഇന്നെ അസിസ്റ്റ് ചെയ്യും. കാരണം എനിക്കെപ്പോഴും നമുക്ക് ഓരോ മെയിൽസ് അയക്കാനോ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൊടുത്തു, അങ്ങനത്തെ ടാസ്കുകളൊക്കെ ആൾക്ക് അത് അസൈൻ ചെയ്തു. അപ്പോൾ എന്താണ് ബിസിനസ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു എൻ്റർപ്രണറിനാണെങ്കിലും ഒരു പേഴ്സണലി കുറേ മെയിൽസിനാണെന്നുണ്ടെങ്കിലും ബാങ്കിങ് പല കാര്യങ്ങളും ഇടപാടുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഇല്ല ഒന്നുമില്ലാന്നെങ്കിൽ അവരുടെ അവിടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അവർക്ക് ചെയ്യാവുന്ന ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ എന്താണ് ബിസിനസ്, നമ്മൾ എന്ത് വേണം, ഒരു ഏന്ന് തുടങ്ങണം, എ ടു സെറ്റ്. അതായത് പെട്ടെന്നൊരു സെറ്റ് ആവണം എന്നുള്ളത് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല, പക്ഷേ ഏന്ന് തുടങ്ങണം. അപ്പോൾ ഞാൻ ഇവരോടും പറഞ്ഞു ഈ എന്ത് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനെ ക്ലറിക്കൽ വർക്ക്സും കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ എന്താണ് ബിസിനസ്, എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിനക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഞാൻ അവളോട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്നോട് അപ്പോൾ പിന്നെ അതിനൊരു ക്യാപ്പബിളാണ് അല്ലെങ്കിൽ ഇവൾ കാര്യങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ മീറ്റിങ്സിലേക്കും ഞങ്ങൾ ഇപ്പോൾ ഒരു മേ ബി ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ്സിലോ മേ ബി ലുലു അങ്ങനത്തെ ആരായിട്ട് നല്ല ഡിസ്കഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ വിളിക്കാറുണ്ട്. ഈ പോലെ ഒന്നുമില്ലാണെങ്കിൽ മീറ്റിങ്ങിൻ്റെ അടുത്തിരിക്ക്, ഇത് കേൾക്ക്, എന്താണ് അവിടെ മീറ്റിംഗ് നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അവൾ അതിനൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ പിന്നെ അവളോട് നീ ഒരു ഐഡിയ പറയും, എന്താണ് എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ട്. എന്നിങ്ങനെ ഒരു വിപണി നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് 10-40 വർഷമായിട്ട് നമ്മളിവിടെ ബിസിനസ് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്. വിപണിപരമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യം ചെയ്യാം. നീ എന്ത് ചെയ്യണം, ബിസിനസ്സിന് നമ്മൾ കോർ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യണം. എന്തായാലും എത്തിക്സും കാര്യങ്ങളും വിട്ടിട്ട് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലാഭം ഉണ്ടാക്കാനുള്ള കാര്യമല്ല, അതിൽ കുറേ എത്തിക്സും കോർ വാല്യൂസും നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എത്തിക്കൽ ബിസിനസ് ചെയ്യാൻ നിൽക്കരുത്. വേറെ എന്ത് ബിസിനസ് നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂസ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയ പ്രൊഡക്റ്റോ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എന്നെ ഒരു വീട്ടമ്മയാണ്, അപ്പോൾ ഈ എന്നെ ആലോചിച്ച് വെക്കുക, അനക്ക് എന്താണ് കോമൺലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്നോട് കുറേ പ്രൊഡക്ട്സ് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഡിമെറിറ്റ്സ് അവൾക്ക് അപ്പം തന്നെ പറഞ്ഞു കൊടുത്തു. പിന്നെ എന്നോട് പറഞ്ഞു എന്നായിക്കോട്ടെ നമുക്ക് കോക്കനട്ട് ഓയിലിൻ്റെ കാര്യത്തിനെ കുറിച്ച്. അപ്പോൾ അവൾ എന്നോട് ആദ്യം ഞാൻ പറഞ്ഞു ഈ ഒരു നാച്ചുറൽ ബ്രാൻഡിനെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കളാം, നാച്ചുറൽ ബ്രാൻഡിനെ കുറിച്ച് തന്നെ തിങ്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ അവൾ ഒരു നാച്ചുറൽ ബ്രാൻഡിനെ കുറിച്ച് തിങ്ക് ചെയ്യും. ഞാൻ പറഞ്ഞു ഇതിൽ എനിക്ക് വിപണിയിലേക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് എന്താ. അപ്പോൾ അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു, കോക്കനട്ട് ഓയിലിനെ കുറിച്ച് തിങ്ക് ചെയ്തു, അതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഇവിടെ ഉള്ളതാണ്, ഒബ്വിയസ്ലി അതൊരു പുതിയൊരു യൂണീക്ക് ഐഡിയ എന്നല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വിപണി ആൾറെഡി നമ്മൾ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അതിലെന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം, ഈ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഈ എന്ത് ചെയ്യും,
അതിൻ്റെ ഡെവലപ്പ് ചെയ്യാനും അതിനൊരു ബ്രാൻഡ് നെയിമും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അതിന് വേണ്ട നമ്മൾ റിസോഴ്സസൊക്കെ എന്ത് ചെയ്യണം യൂസ് ചെയ്തോ. പക്ഷേ അവർ നല്ല രീതിയിൽ തന്നെ അതിനെന്ത് ചെയ്തു നല്ലൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും പ്ലാനിങ്ങൊക്കെ ആയിട്ട് അവരതിനെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിന് ഞാൻ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഔട്ട്കം, അതായത് അവൾ ആ പ്രൊഡക്റ്റിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു, സൺറൈസ് ചെയ്ത കോക്കനട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എന്ത് ചെയ്യണം, സാധാ ഒരു കോക്കനട്ട് ഓയിലായിട്ടല്ല, ഈ എൻ്റെ ഫീച്ചേഴ്സിന് ഹൈലൈറ്റ് ചെയ്ത് അത് കാര്യങ്ങൾ തന്നെ ഈ പബ്ലിക്കിലേക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ ഭയങ്കര ഒരു പ്രീമിയം പ്രൊഡക്റ്റായിട്ട് ഈ മാർക്കറ്റിലേക്ക് എന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മളൊരു ഉദ്ദേശിച്ച ഒരു ക്രൗഡിലേക്ക് എനിക്ക് അതിൻ്റെ പ്രൊഡക്റ്റിനെ വളർത്താൻ കഴിയില്ല. പിന്നെ അവൾ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് ഞാൻ പറഞ്ഞു ഓക്കെ ഈ പ്രൈസ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് വരാൻ ചെയ്യുന്ന രീതിയിൽ എത്തിക്കുന്ന പറഞ്ഞു. അങ്ങനെ അവർ ആ കാര്യത്തിലേക്ക് എത്തി. പക്ഷേ വിപണിയിലില്ല ഒരു കോക്കനട്ട്, ഒബ്വിയസ്ലി ഒരു കോമ്പറ്റീഷൻ ബ്രാൻഡിലേക്ക് അവർക്ക് വില കൊണ്ട് ഒന്നും എത്താൻ കഴിയില്ല. പക്ഷേ ഇല്ലൊരു കുഴപ്പമില്ലാത്തൊരു ലെവലിലേക്ക് നിങ്ങൾ പ്രൈസിങ്ങിനെയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതിലേക്ക് വന്നു. ഇപ്പോൾ അവർ നെസ്റ്റോലും ഇവിടുത്തെ ലീഡിങ് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവളെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവർ വിസിബിളാണ്. ഇപ്പോൾ അതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ ഞാൻ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കൊണ്ടുവന്നിരുന്നു, ഹൈദരാബാദ് ഇവിടെയൊക്കെ കൊണ്ടുവരുന്നിരുന്നു. അത് കാരണം എയർ ഓയിൽ സെഗ്മെൻറ്റൊക്കെ, കാരണം നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്കിന്നും ഹെയറും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഞാൻ അത് നോർത്തിലേക്ക് അതൊരു ഹെയർ ഓയിൽ സെഗ്മെൻറ്റ് എന്നുള്ള ലൈറ്റ് സെക്ഷൻ ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ കുക്കിംഗ് ഓയിലായിട്ടാണ് ഞാൻ സൗത്ത് സൈഡ് ചെയ്തിട്ടും. ബട്ട് ക്വാളിറ്റി വൈസ് ഇറ്റ്സ് എ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്. നമ്മളുടെ ഏറ്റവും നല്ല വെളിച്ചെണ്ണ എന്ന് പറയും. കാരണം കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഞാൻ കോക്കനട്ട് എടുത്തിട്ട് അത് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് സൺഡ്രൈഡ് ചെയ്ത് റോസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റാണ്. സോ ഇറ്റ് മേക്ക് ഡിഫറൻസ്. എൻ്റെ പ്രൊഡക്റ്റ് അത്രയും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് തുടക്കത്തിലും കിട്ടുക, ഇപ്പോഴും കിട്ടുക, ഇനി കിട്ടുകയും ചെയ്യുക. ഇവളെപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് സെയിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ക്വാളിറ്റിയിൽ നമ്മൾ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യും. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും മറ്റുള്ളവർ അരി എന്തുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. സ്ട്രഗിൾ ചെയ്ത് ഈ ആ വാല്യൂസ് എന്നും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ എനിക്ക് മോർ കാര്യങ്ങൾ കോൺകർ ചെയ്യാൻ കഴിയും എന്ന് തന്നെ അറിയില്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വുമൺ എൻ്റർപ്രണേഴ്സും ആയാലും യൂത്ത് ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ നേരത്തെ സെയിം പറഞ്ഞ പോലെ തന്നെ ഇവിടെ അത്രയും യൂത്തിനെ ഇവരൊക്കെ കണ്ട് അതിൽ വളരെയധികം സന്തോഷം. കാരണം ഇവരൊക്കെ എൻ്റർപ്രണേഴ്സായിട്ട് നാളെ മാറണം. ഇവിടെ ഒരു നല്ലൊരു ഇങ്ങനെ അത്രയും എൻ്റർപ്രണേഴ്സും ഇവരൊക്കെ ഉണ്ടാകും, അത്രയും ജോലി സാധ്യതകളും കാര്യങ്ങളൊക്കെ എന്തായാലും വളരും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ട് തന്നെ മാറും. ഇത് വലിയൊരു സക്സസ് ആയിട്ട് തന്നെ മാറും. ഇത് നല്ലൊരു തുടക്കമാവും. ഇനി ഇതുപോലെ നമുക്ക് കുറേ സ്കെയിലപ്പ് വില്ലേജുകളും കാര്യങ്ങളൊക്കെ ഇനിയും ഭാവിയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.